കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് എളുപ്പത്തിലൊരു പുതിയ പലഹാരം ഉണ്ടാക്കി കൊടുത്താലോ? അപ്പോൾ അതിന് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് അതിലേക്ക് നല്ല തിന്നായിട്ടുള്ള സേമിയ ഒരു 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഈ ഒരു കളറായി കഴിഞ്ഞാൽ ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുക്കുന്ന സമയത്ത് പൊടിയുന്ന ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് പരത്തിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സ് ഉണ്ടല്ലോ, സേമിയയുടെ മിക്സ് കുറേശ്ശെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നീളത്തിൽ ഷേപ്പാക്കി എടുക്കുക. ഇനി ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് അറ്റം മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പഞ്ചസാര മെൽറ്റായി ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ബ്രെഡിൻ്റെ റോള് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു കളറായിട്ട് വന്നാൽ നമുക്കിത് എടുക്കാം. ഈ മുകളിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗണാശ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള, പുറമേ നല്ല ക്രഞ്ചി ആയിട്ടും അകത്ത് നല്ല ക്രിസ്പി ആയിട്ടും അതിൻ്റെ ഇടയിൽ സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.